ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോന് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നുമില്ല. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. ഞാനിങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് ഇപ്പോൾ റീലെടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങിക്കുന്നത്. അതെ, ഞാൻ അന്നത്തെ ഒരു വീഡിയോ കാണിച്ചു തന്നല്ലോ ഇവിടുത്തെ വഴിയിലൊക്കെ. അപ്പോൾ ഇന്നും ഇതേപോലെ എല്ലാം ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അതെ, അമ്മേൻ്റെ വീട് ഇതാട്ടോ. ഞാൻ അന്ന് റീലെടുത്തതിൻ്റെ പുറകെ തന്നെ അതേ റിസൾട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ മേലിൽ നിന്ന് മാത്രം ജസ്റ്റ് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഇച്ചിരി കൂടി നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് നമ്മുടെ മല്ലിപ്പൂവ് എന്ന് ഞങ്ങൾ പറയത്തില്ല. ഈ പൂവില്ലേ, ഈ പൂവിന് നിങ്ങളെന്താ പറയാന്ന് പറയട്ടെ. ഞാൻ മല്ലിപ്പൂവോ വാടാമല്ലി എന്നാട്ടോ പറയാം. അപ്പോൾ ഇതാണ് ഇത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്തോ പറ്റിയിട്ട് ഇങ്ങനെ ഫുള്ള് വാടിപ്പോയി. ഞാനിവിടെ മെയിനായിട്ട് വന്നത് ഇതിൻ്റെ ഉള്ളിൽ കൊട്ടക്കാന്നുണ്ട് സാധനം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വലി നമുക്ക് കൊട്ടക്കാന്ന് അറിയത്തില്ല. ഞാനത് ഇവിടെ വന്നപ്പോൾ ഇവിടെ കഴിച്ചപ്പോൾ ആദ്യമായിട്ട് കണ്ടതാണ്. ഉണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ നോക്കട്ടെ ഗൈസ്. ഇപ്പോൾ ഗൈസ് റെഡിക്കും കൊട്ടക്കൊക്കെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ ഇവിടെ ഇല്ല ഇപ്പോൾ കൊട്ടക്ക. അതിൻ്റെ ആക്ച്വലി നമുക്ക് കൊട്ടക്കാന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടുണ്ടപ്പോൾ ഞാൻ അന്ന് ഇട്ടിട്ട് കൊട്ടക്കാന്ന് അതിനെ വിളിക്കാറ്. കറക്റ്റ് ഒന്നും അറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം, പക്ഷെ ഉണങ്ങിയിട്ടാട്ടോ ഉള്ളത് ഫുള്ളായിട്ട്. അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലൊരു ചപ്പുണ്ടാവും. അത് പറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളൊരു ബോൾ പോലത്തെ സാധനം ഉണ്ടാവും. അത് നമ്മളെ കയ്യിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലോണം സോഫ്റ്റ് ആവും. അത് വെറുതെ ബോറടിക്കുമ്പോൾ ഇരുന്ന് കളിക്കുക, അത്രയേ അതിനെ കൊണ്ടുള്ള യൂസ് ഉള്ളൂ. പിന്നെ അതെന്തോ ആയുർവേദിക്ക് എന്തൊക്കെയുള്ള കാര്യങ്ങളാന്ന് പറഞ്ഞു. ഇതിൻ്റെ മുകളിലാണ് അത് കയറ്റത്. അറിയാൻ പാടില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കവിത അവിടെ കണ്ടോ കുറച്ച് കാര്യങ്ങളിങ്ങനെ കഴിച്ചിരിക്കുന്ന അതാട്ടോ കൊട്ടക്ക. അത് ഫുള്ള് വാടിപ്പോയി, അല്ലെങ്കിൽ ഒരു യെലോയിഷ്, അങ്ങനെ ബ്രൗൺ ആയിരിക്കത്തില്ല, ഒരു യെലോയിഷ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അത് കുറേ ഉണ്ടായിരുന്നു, അവൾക്ക് വാടിപ്പോയിട്ടോ. അപ്പോൾ ആ യെലോയിഷ് സാധനമാണ് ഞാൻ കൊട്ടക്കാന്ന് വിളിച്ചിട്ടുള്ളത്. അത് എനിക്ക് കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത് ഇങ്ങനത്തെ സംഭവമാണെന്നുള്ളത്. പിന്നെ ഇവിടെ ഇതൊരു കുഞ്ഞ് ഗാർഡൻ പോലെ ആക്കിയതാണ്. ഇത്ര വലുതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇത് മറ്റേ പേരക്കനെ മറിയില്ലേ, ഇത് പിന്നെ പനിനീർപ്പൂവിൻ്റെ അതുണ്ട്. ഇതൊരു പെണ്ണിൻ്റെ ഇതെന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ചെടി എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഇത്രയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്കത് ആടെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ വാഴ, ചപ്പ്, അങ്ങനത്തെ കാര്യമാണ്. ഡിഫറെൻ്റ് തരത്തിലുള്ള ചപ്പുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ ഇല്ല. ഇങ്ങനെ പൂവ് അങ്ങനത്തെ ഒന്നുമില്ല. ഇത് വാഴയൊക്കെ കണ്ടോ, വാഴ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ ഫുള്ള് ചപ്പാണ്. ഞാൻ ഉള്ളിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത് പോയി കയറാം കേട്ടോ. കയറിയിട്ട് ഇങ്ങനെ നമുക്ക് പോകാം. ഇതിലൂടെ നമുക്ക് ഇങ്ങോട്ട് കയറാം കേട്ടോ. ഇതിൻ്റെ ഉള്ളത്ത് ഇതാണ് കാണുന്നത്, ഉള്ളിൽ ഫുള്ള് ഇതാണ്. പുറത്തോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഫുള്ള് ചപ്പൊക്കെ കാണാം കേട്ടോ. ഈ ഒരു പോർഷനിൽ ഇതാണ്. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്. ഇതന്നെ നമ്മളെല്ലാവരും ഒന്ന് വന്നതാണ്. ഇവിടെ ഒരു മാവുണ്ട് കേട്ടോ. ഇതാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ വലുതായിട്ട് ആടെ ഒരു മാവുണ്ട്. പിന്നെ ഫ്രണ്ടത്തെ അങ്ങോട്ടൊരു മാവുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ പേരക്ക മരവും ഒന്നുകൂടി ഉണ്ട്, പക്ഷെ അതിലൊക്കെ വല്ലപ്പോഴൊക്കെ കളിക്കാറുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ മരം കണ്ടോ, ഈ തടിച്ചിട്ടുള്ള ഇതല്ല ഗൈസ്, അത് മാവ്. ഇതൊരു മാവാണ്. പിന്നെ ഇത് മറ്റേ പേരക്കേൻ്റെ മരമാണ്. പിന്നെ അങ്ങനത്തൊക്കെയാണ്. രണ്ട് മാവ്, 2 പേരക്ക മരം. ഇതേപോലത്തെ നേരത്തെ നമ്മൾ അവിടെ കണ്ടൊരു ചപ്പ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ട് വീണ്ടും കുറച്ച് പൂക്കളാണെന്നുള്ളത്. അത് പനിനീറൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ ഗടങ്ങുമ്മൽ വെച്ചതൊക്കെ നമ്മൾ താഴെ വെച്ചതാണ്. പിന്നെ ഇവിടെ ഉള്ളത്, ഇവിടെ ഒരു കുഞ്ഞി മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചെറുതായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ നമ്മളിതില്ലേ, ഈ പൂവിൻ്റെ ഈ ചെടിയുണ്ട്. പിന്നെ ഇത് മറ്റേ മൈലാഞ്ചി ഇല്ലേ, കൈക്കിടുന്ന മൈലാഞ്ചീൻ്റെ ചെടിയാണ്. ഇത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അരച്ചിട്ട് കൈക്ക് ഇടാറുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ ഏറ്റവും ഇഷ്ടം ഈ വയലാണ്. സംഭവം നല്ല രസമായിട്ട് കളിക്കാൻ. ഇത്ര പുല്ലൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ടൊക്കെ ഇപ്പോൾ നല്ല പുല്ലുണ്ട്. അത് ഇപ്പോൾ മഴ പെയ്തപ്പോൾ കുറച്ച് നാൾ മുന്നേ മഴ ഉണ്ടായിരുന്നല്ലോ, ആ ടൈം വന്നതാണ്. പിന്നെ ഈ പുല്ലൊക്കെ വീണ്ടും ലസായി വരുന്നത്. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്.
ഞാനൊരു കാര്യം കാണിച്ചത് ഇപ്പം അടുത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വന്നത്. നോർമലി വയലിലേക്ക് ഞാൻ ഇറങ്ങാറില്ല. ഫ്രണ്ടത്തെ വഴി ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ എടുത്ത ആ ടൈമിൽ കയറുന്ന എൻട്രിന്ന് ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന കഴിഞ്ഞാൽ വയലിലേക്ക് പോകാം കേട്ടോ. അല്ലേ, സ്റ്റെപ്പ് ചെയ്യുന്ന നമുക്ക് വയലിലേക്ക് എത്താം. വയലിലൂടെ നമ്മൾ നടപ്പാതെ കൂടെ പോയിട്ടാണ് അങ്ങ് എത്തുന്നത്. അങ്ങ് റോട്ടിലെത്തും, മെയിൻ റോഡ്. ആ റൂട്ടിൽ നമ്മളെത്തും. അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള നമുക്ക് വഴി ബാക്കത്തെ മെയിൻ റോഡ്. ഈ മെയിൻ റോഡ് തന്നെ നമുക്ക് ബാക്കിലൂടെ പോകുന്നൊരു വഴിയുണ്ടത്. അത് ഇതിലൂടെ നമുക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മളെ വഴിയുള്ളത്. ഇനി ഞാൻ ഇപ്പം അടുത്ത് വന്നിട്ടുള്ള സ്ഥലം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെ നമുക്ക് പോകാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേതാ സ്ഥലം കൈസ് കണ്ടോ? ഇതാണ് കൈസ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളെ പറമ്പാട്ടോ. അതായത് കണ്ടോ, നമ്മളിവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഇത് അവിടെ നിന്നൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ നിന്നാണ് നമ്മളെല്ലാം നോക്കാറൊക്കെ, ഈ എൻഡിങ്ങിന്. പിന്നെ ഇപ്പോൾ ഇവിടെ കല്ലിട്ടുണ്ട്, നമുക്ക് ധൈര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങാം. ഇറങ്ങി കാണിച്ചു തരാം. നല്ല സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. അതിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സുഖമായിട്ട് വയലിനെ കാണാം. ഞാൻ ഇതിലൂടെയാണ് ഇറങ്ങുന്നത്. കണ്ടോ, നമുക്ക് ഇതിലൂടെ ഇറങ്ങാൻ സിമ്പിളാണ്. ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ലോണം വയലൊക്കെ കാണാം കേട്ടോ. നല്ല രസമാണ്. ഇവിടെ നമ്മൾ കളിക്കാനൊക്കെ നല്ല രസമാണ്. ഇനിയിപ്പോൾ ഈ വയലിൽ ഇത്രയും പുല്ലും പോവും. എന്ന് വെച്ചാൽ നമ്മളെ വെക്കേഷന് ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഏട്ടന്മാർ വന്നിട്ട് ക്രിക്കറ്റോട് കളിക്കുമ്പോൾ ആ പുല്ല് വീണ്ടും കുറയും. നമുക്ക് അവിടെ ഒരു കല്ല് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഇത് അവിടെ അങ്ങോട്ടൊരു ഒരു കല്ലില്ലേ, ഇത് ഇനി കാണിച്ചു തരാം. അവിടെ ഒരു കല്ല് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ലൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ഏട്ടന്മാർ വെച്ചതാണ്. പിന്നെ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസും അതൊക്കെ എടുക്കാം കേട്ടോ. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ വയലിൽ പോയി കളിക്കുക അതൊക്കെയുള്ളതാണ്. തിരിച്ച് കയറാൻ നമുക്ക് ഞാൻ ഇതുവഴി കേട്ടോ കയറി. 2 കുഴി പോലത്തെ സംഭവമുണ്ട്, അതിലൊക്കെ ചവിട്ടി കയറാം. നമുക്ക് സ്ലിപ്പാവുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിക്ക് സ്ലിപ്പാവുന്നുണ്ട്. പക്ഷെ നമുക്ക് പോവാം കേട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ടൊരു പറമ്പുണ്ട്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല ഇപ്പോൾ. പിന്നെ ഇവിടെ വാഴ അതൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പിന്നെ അങ്ങോട്ട് തന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നില്ല. കയ്യല്ലേ നായ ഞാനുണ്ടെങ്കിൽ ജീവിതത്തിൽ പറയാം, നായിനെ നല്ലോണം പേടിയാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. പിന്നെ ഇതറിയത്തില്ല, മറ്റേ വേപ്പും ചപ്പില്ലേ, നമ്മളെ വേപ്പും ചപ്പില്ല അതാട്ടോ, വേപ്പും ചപ്പ്. പിന്നെ തുളസി, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു പോർഷൻ ഇഷ്ടപ്പെടുന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ആ പോർഷൻ ഇഷ്ടപ്പെടുന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളപ്പോൾ എൻ്റെ കൂടെ അമ്മ അനിയനും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് അമ്മമ്മയുണ്ട്, മാമയുണ്ട്, ഒരു വാവയുണ്ട്. അയോണ എന്നാട്ടോ പേര്. പിന്നെ മാമൻ രാത്രിയാകുമ്പോൾ വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.